ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. ഇത് പാട്ടുകുളങ്ങര ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ തുറവൂർ മഹാക്ഷേത്രത്തിൽ നിന്ന് 1500 മീറ്റർ വടക്കു ഭാഗത്തായി പാട്ടുകുളങ്ങര ദേശത്ത് ദേശീയപാതയ്ക്ക് അഭിമുഖമായി പടിഞ്ഞാറ് ദിശയിലാണ് പാട്ടുകുളങ്ങര ഭദ്രകാളി ക്ഷേത്രം. ഏകദേശം 3 നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഭദ്രകാളിയാണ്. ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രം കുന്നേൽ കാളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 5 ഏക്കർ 1 സെന്റ് സ്ഥലം, കുറ്റിക്കാടും മണ്ണു വാരിക്കൂട്ടിയതുപോലെ ഒരു മണൽക്കുന്നും അതിന്റെ പൊക്കത്തിൽ ഒരു പ്രതിഷ്ഠയും. ആൾതാമസം വളരെ കുറവായിരുന്നു. കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇവിടം ഏതാനും സാമന്തന്മാരുടെ ഭരണത്തിൻ കീഴിലുള്ള കരപ്രദേശമായിരുന്നു. തുരുത്തിക്കാട് കർത്താവിന്റെ വകയാണ് ഈ പ്രദേശം. ദേവൻ കുഞ്ഞുണ്ണി കർത്താവിന്റെ ഭരണത്തിലിരിക്കുന്ന കാലത്ത് മണൽക്കുന്ന് നിരപ്പാക്കി ക്ഷേത്ര നിർമ്മാണം തുടങ്ങി. പാട്ടക്കാരുടെ സഹായത്താൽ കുളവും കുഴിച്ച് ചുറ്റും വെട്ടി ശരിയാക്കിയ ശേഷം ക്ഷേത്ര ഇരുപ്പുസ്ഥലം വെട്ടുകല്ല് കെട്ടി ഉയർത്തിയെടുത്തു. തെക്കുഭാഗത്തായി അദ്ദേഹത്തിന് താമസിക്കാൻ മഠവും പണിതുയർത്തി. മംഗലാപുരത്തുനിന്ന് വന്ന സ്വാമിമാർ പൂജാതി കർമ്മങ്ങൾ നടത്തിപ്പോന്നു. ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചു. ജഗദംബികയായ ദേവിയുടെ സാന്നിധ്യം അവിടെ നിറഞ്ഞുനിന്നു. കൈലാസനാഥൻ ദാരുകനെന്ന അസുര ചക്രവർത്തിയെ നിഗ്രഹിക്കാനായി സൃഷ്ടിച്ചെന്ന് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ഭദ്രകാളി സങ്കല്പത്തിന്റെ അനേകം ക്ഷേത്ര പ്രതിഷ്ഠകളിലൊന്നായ പാട്ടുകുളങ്ങര ഭദ്രകാളി ക്ഷേത്രം. ചൈതന്യവത്തായ ഈ ക്ഷേത്രഭൂമിയിൽ ശക്തി സ്വരൂപിണിയായ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പ്രതീതി ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അനുഭവപ്പെടുന്നു. ദേവീ ദർശനത്തിൽ നിന്ന് ആത്മാവിലും ശരീരത്തിലും നിറയുന്ന ഊർജം അമ്മ മഹാമായയുടെ അനുഗ്രഹ സമ്പത്തായി ഓരോ ഭക്തരിലും നിറയുന്നു. അജ്ഞാനിയിൽ നിന്ന് ഭദ്രകാളി കടാക്ഷം ലഭിച്ച് വിശ്വജ്ഞാനിയിലേക്ക് ഉയർന്ന കാളിദാസന്റെ കഥാചരിത്രത്തിൽ നിന്നും വിശ്വസിച്ചുപാസിക്കുന്നവരുടെ മനസ്സിൽ നന്മയുടെയും കരുണയുടെയും നറുവെളിച്ചം ദേവി അനുഗ്രഹവർഷമായി ചൊരിയുന്നു. ഓം ദേവി ജ്വാലാമുഖി ശുദ്ധി ശങ്കരി കാന്തിമതി ദുർമദമെല്ലാം അകറ്റണേ കുടജാദ്രിയിലെ മഹേശ്വരി. ദോഷം തീർക്കണേ പാരമേ കാവംബികേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ദേവി ശ്രീലളിതേ ഭദ്രേ ജനനീ ജ്യോതിർമയീ അടിമലർക്കാണ്. ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ അസുരപ്പടയോട് പരാജയപ്പെട്ട ദേവന്മാർ
പൂർവാധികം കരുത്തോടെ ഒന്നിച്ചു നിന്നുകൊണ്ട് അസുരവർഗത്തെ ആക്രമിച്ചു തോൽപ്പിച്ചു. തങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൂട്ടവിയോഗത്തിൽ വിധവകളും അനാഥരുമായ അസുരാംഗനകളിൽ സഹോദരിമാരായ ദാനവതി, ദാരുമതി എന്ന 2 വീര അസുരാംഗനകൾ പ്രശ്നപരിഹാരത്തിനായി തപസ്സാരംഭിച്ചു. കൊടും തപസ്സിനൊടുവിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും അപേക്ഷിച്ചതിൻ പ്രകാരം അസുരകുലോദ്ധാരണത്തിനായി ശേഷിയും കരുത്തുമുള്ള ഓരോ പുത്രന്മാർ ജനിക്കട്ടെയെന്ന് അനുഗ്രഹിച്ചതുപോലെ ദാരുകൻ, ദാനവൻ എന്ന 2 പുത്രന്മാർ അവർക്ക് ജനിച്ചു. ശീഘ്രം യുവത്വം പ്രാപിച്ച അസുരക്കുട്ടികൾ അമ്മമാരുടെ ആഗ്രഹം നിറവേറ്റാമെന്നേറ്റു. അതിനായി ദാരുകൻ ഉത്തര ഗോകർണത്തു ചെന്ന് കഠിന തപസ്സു ചെയ്ത് തന്റെ ഉപാസനാമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തി അപൂർവ വരം നേടിയെടുത്തു. രണാങ്കണത്തിൽ ശത്രുവിന്റെ ആയുധത്താൽ നിന്റെ ശരീരത്തിൽ നിന്നും ഭൂമിയിൽ പതിക്കുന്ന ഓരോ രക്തബിന്ദുക്കളിൽ നിന്നും നിന്നെപ്പോലെ ഓരോ വീരശൂര പരാക്രമികൾ ഉടലെടുക്കട്ടെ എന്നായിരുന്നു ദാരുവിന് ലഭിച്ച സവിശേഷ വരം. അസുര ചക്രവർത്തിയായി ദേവലോകത്തിന് ഭീഷണിയായ ദാരുകനെ നിഗ്രഹിക്കുക എന്ന അപേക്ഷയുമായി ദേവഗണങ്ങൾ അവസാനം സാക്ഷാൽ പരമശിവന് മുന്നിലെത്തി സങ്കടം ബോധിപ്പിച്ചു. അസുരേന്ദ്രനിൽ നിന്നും അവർക്കനുഭവപ്പെട്ട ഭർസനവും ഭീഷണിയും മനസ്സിലാക്കിയ പശുപതി ഉത്കടമായ ധർമ്മരോക്ഷത്തോടെ അത്യുഗ്ര സംഹാര രുദ്രനായി മാറി. ജടാജൂടമഴിഞ്ഞിടഞ്ഞു. കണ്ഠഭൂഷണമായ കാളസർപ്പം സീൽക്കാരത്തോടെ ഫണം വിടർത്തിയാടി. തൃശൂലവുമേന്തി മഹാദേവൻ കോപാവേശത്തോടെ ചാടി എഴുന്നേറ്റപ്പോഴുണ്ടായ പാദപ്രപാദത്താൽ രജതാദ്രി പ്രകമ്പനം കൊണ്ടു. നേത്രത്തിൽ നിന്നും തീക്ഷ്ണമായ തീക്കണങ്ങളും കറുകറുത്ത പുകപടലങ്ങളും ആവിർഭവിച്ചു. നിമിഷങ്ങൾക്കകം അവ ഖനീഭവിച്ച് അഞ്ജനശൈലം പോലെ ഉന്നതാകാരം പൂണ്ടു. അത് ക്രമേണ അമ്പരചുംബിയായ ഒരു ഭീകര സ്ത്രീരൂപമായി പരിണമിച്ചു. ഇരുവശത്തേക്കും നീണ്ടിറങ്ങിയിരിക്കുന്ന രക്തദാഹികളായ കരാളദംഷ്ട്രകൾ, കപാലമാല, ചുവന്ന പട്ടുടയാട, മേഘഗർജനത്തെ വെല്ലുന്ന അട്ടഹാസം, അങ്ങനെ ഭീഷണമായ രൂപത്തോടെ ശ്രീ ഭദ്രകാളി അവതരിച്ചു. അവതാര ലക്ഷ്യമായ ദാരുക നിഗ്രഹം നടത്തി ഭദ്രകാളി തന്റെ സൃഷ്ടിദൗത്യം നിർവഹിച്ചു. മുല്ലയ്ക്കൽ ശ്രീരാജേശ്വരി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഈ പ്രദേശം കരപ്പുറം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ 5 ഏക്കർ 1 സെന്റ് സ്ഥലം കൊച്ചി മഹാരാജാവ് ഫ്രീ ആയിട്ട് തന്നിരുന്നു. അവിടെ ഒരു വലിയ മൺകുന്നാണ് ഉണ്ടായിരുന്നത്. ആ മൺകുന്നിന്റെ മുകളിൽ ഒരു പ്രതിഷ്ഠ. പ്രദേശത്ത് നെല്ലുണ്ടാക്കാൻ വേണ്ടി, ആഹാരത്തിന് വേണ്ടിയിട്ട് നെല്ലുണ്ടാക്കാൻ നിലം ഈ സമഭൂമി കുഴിച്ച് നിലമുണ്ടാക്കി ആ നിലത്തിൽ കൃഷി ചെയ്ത് ഇരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ നിലം കുഴിച്ച് മണ്ണ് എവിടെയെങ്കിലും ഒരിടത്ത് കൂട്ടുന്നു. ആ കൂട്ടുന്ന മണ്ണ് അവിടെ ഇരിക്കുമ്പോഴാണ് ആ പാട്ടുകുളങ്ങര കുന്നായിട്ട് വന്നത്. നാട്ടുകാർ വിളിച്ചിരുന്നത് കുന്നേ കാളിന്നാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവതി എന്നായിരുന്നു വിശ്വാസം. അധികം ആൾതാമസമില്ല. അവിടെ ഏതാനും പുന്നകളും ചെറിയ ചെടികളും, കുറ്റിച്ചെടികൾ, കൊട്ടങ്ങ തുടങ്ങിയ ചെടികളുമായിട്ട് കിടന്ന ഭൂഭാഗം. അത് തുരുത്തിക്കാട്ട് കുടുംബത്തിലെ ഒരു കാർന്നോർ ഇവിടെ വന്ന് ഇത് ഭേദഗതി ചെയ്യാൻ ഉള്ള ശ്രമം തുടങ്ങി. തുറവൂർ തെക്ക് വട്ടക്കണ്ണയടത്തു നിന്നുള്ള ഭവനത്തിൽ താമസിച്ച് അദ്ദേഹം ഇവിടെ വരും. പണിക്കാരുമുണ്ട്. പണിക്കാരിൽ ഭൂരിഭാഗവും ക്ഷേത്രമുഖ പാട്ടപ്പുരയിടങ്ങളിൽ താമസിക്കുന്നവരാണ്. അവർക്ക് സന്തോഷത്തോടു കൂടിയാണ് പണി. പ്രതിഫലം തുച്ഛവുമാണ്. ഇതെല്ലാം ഈശ്വരകാരുണ്യം കൊണ്ട് നടക്കുന്ന സംഗതിയായിരുന്നു ആ സങ്കല്പം. അദ്ദേഹം നടന്ന് അതിരാവിലെ ഇവിടെ എത്തും. പണിക്കാരും വന്നിരിക്കും.
കുന്ന് ഭഗവതിയെ ബാലാലയത്തിലേക്ക് മാറ്റിക്കൊണ്ട് നിരപ്പാക്കി ഒരു കുളവും റെഡിയാക്കി. കുളത്തിന്റെ കരയിൽ ഓല കെട്ടിമേഞ്ഞ ഒരു ചെറിയ പുരയും അത് പല സാധനങ്ങൾ സൂക്ഷിക്കാനും പിൽക്കാലത്ത് ഈ കളവെഴുത്തും പാട്ടും നടത്താനും ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് കളവെഴുത്തും പാട്ടും നടന്നിരുന്ന കുളത്തിന്റെ കരയിലെ ക്ഷേത്രമായതുകൊണ്ടാണ് പാട്ടുകുളങ്ങര ക്ഷേത്രമെന്ന് വിളിക്കപ്പെട്ടത്. അത് പിൽക്കാലത്ത് പാട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രമെന്നും അറിയപ്പെട്ടു. ജാതിയില്ല മതമില്ല ഭദ്രയ്ക്ക്, ആരു തന്നെ വിളിച്ചാൽ വിളി കേൾക്കും. വേണ്ട പോലെ വിളിക്കുന്ന മാത്രയിൽ കേൾക്കുമെന്നതും ആരറിയുന്നുവോ? വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയെ ഏതു നിലയിൽ വിളിക്കണമോ ആ നിലയിൽ മനസ്സിനെ രൂപപ്പെടുത്തുകയാണ് നാം ആദ്യമായി ചെയ്യേണ്ടത്. അമ്മയുടെ കാരുണ്യമെന്നത് നമുക്ക് രക്ഷാകവചമാണ്. ഞങ്ങൾ സങ്കടപ്പെട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് വരി അത് അമ്മ കേൾക്കുകയും ചെയ്യും. ഞങ്ങൾക്കത് അനുകൂലമാണ്. ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ഇന്ന് വരെ. ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് അമ്മേനെ പറ്റി. ചിക്കൻ ബോക്സ് ഇവിടെ പറന്ന് പിടിച്ചപ്പോൾ ഭക്തജനങ്ങൾ കുംഭോട വഴിപാടായിട്ട് പല ദേശത്തു നിന്നും ഇവിടെ ഉച്ചപൂജയ്ക്ക് അഭിഷേകമായിട്ട് നടത്തിപ്പോരുന്നു. ഇളം പച്ചപ്പാർന്ന ജലമുള്ള ഈ കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനോടുകൂടി ദേവീസ്തോത്രം ചൊല്ലിത്തൊഴുമ്പോൾ ഭക്തി അതിന്റെ പാരമ്യതയിലെത്തുന്നു. ഏതൊരു ഭക്തനും ആനന്ദ നിർവൃതി അടയുന്നു. ഭദ്രകാളി ദേവീ ക്ഷേത്ര ദർശനം നിരാലംബകളായ സ്ത്രീജനങ്ങളിൽ ശക്തിയും വിശ്വാസവും നിറയ്ക്കുന്നു. ദേവി എന്നും കൂടെയുണ്ടെന്ന ശുഭാപ്തി വിശ്വാസം അവരുടെ ജീവിതത്തെ നിറമുള്ളതാക്കുന്നു. ആശ്രയിക്കുന്ന ഭക്തകളിൽ ദേവി മഹാമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൗദ്രഭാവവും മാതൃഭാവവും പകർന്നു നൽകുന്നു.